Hi guys, Assalamu alaikum. This is Bichu Fahima here. Welcome back to my channel. ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു പാർട്ടേ അല്ല, ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സെക്ഷനാണ്. പക്ഷേ ഹസ്ബൻഡ് ഒരു ചെറിയ പാഷനാണ് ഫാമിംഗ്. അപ്പോൾ വീട്ടിൽ ചെറിയ സെറ്റപ്പിൽ ഓൾറെഡി ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സക്സസ്സും ആണ്. മെയിൻലി ടൈം സേവിങ് ആണ്. പിന്നെ നമ്മൾ സ്ഥലത്തില്ലെങ്കിലും ഈ ഒരു സിസ്റ്റം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാം കണക്ട് ചെയ്ത് പൈപ്പ് ഓൺ ചെയ്താൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും. അപ്പം പുതിയതായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തപ്പോൾ വിചാരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എന്നെപ്പോലെ ABCD അറിയാത്ത ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഏതൊരു ചെറിയ സ്പേസിലും ഈ സിസ്റ്റം ആപ്ലിക്കബിൾ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്ത് തരുന്ന കുറേ ഏജൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യാനെന്നും അതിന് വേണ്ട സാധനങ്ങൾ ആമസോണിൽ ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൽ എന്തെല്ലാം ആക്സസറീസ് ആണ് ഉള്ളതെന്നും അതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ കീപ് വാച്ചിങ്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഫുൾ സെറ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ 120 ചെടിയിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള സാധനങ്ങളുണ്ട്. 10 ചെടി മുതൽ 150 ചെടിയിലേക്ക് സെറ്റ് ചെയ്യേണ്ട സ്റ്റഫ് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ചെടിക്ക് മാത്രമല്ല മരങ്ങൾക്കും തെങ്ങിനും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് 4mm ഫീഡർ പൈപ്പ്. 60 മീറ്റർ പൈപ്പാണ് ഈ ഒരു ബോക്സിലുള്ളത്. ഇത് 16mm പൈപ്പ്. ഇതാണ് മെയിൻ സപ്ലൈ പൈപ്പ്, അതായത് ടാപ്പിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പൈപ്പ്. ഈ ഒരു കവറിലായിട്ട് ഈ സിസ്റ്റം കണക്ട് ചെയ്യേണ്ട കംപ്ലീറ്റ് ആക്സസറീസ് ഉണ്ട്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ലേ ഔട്ട് അനുസരിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് ആണ്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ യൂസേജ് സെറ്റ് ചെയ്യുന്ന ടൈം പറഞ്ഞുതരാം, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. കൂടാതെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, അത് വായിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ 120 ചെടിൻ്റെ ഫുൾ സെറ്റിന് ആമസോണിൽ റേറ്റ് 1300 രൂപയാണ്. ഇത് കറക്റ്റ് വാങ്ങാതെ കുറച്ച് എക്സ്ട്രാ വാങ്ങിയാൽ സ്പെയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇത് മിനി സ്പ്രിങ്ക്ലർ ആണ്. ഇത് ഈ സെറ്റിലുള്ളതല്ല, 2 മീറ്റർ റേഞ്ചിൽ വെള്ളം സ്പ്രേ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇതും 16mm പൈപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് മണ്ണുകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ്, നമ്മൾ സാധാരണ ഹോസ് പൈപ്പ് യൂസ് ചെയ്ത് വെള്ളം ഒഴിക്കുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ടോപ്പ് സോയിൽ പോവും. പിന്നെ പല സ്ഥലത്തും വെള്ളം തെറിച്ചിട്ട് കംപ്ലീറ്റ് ഒരു മെസ്സാവും. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആകുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ മനസ്സിലാക്കാൻ പറ്റിയത്, ഹോസ് പൈപ്പ് യൂസ് ചെയ്ത് വെള്ളം ഒഴിക്കുമ്പോൾ ലീഫ് ടു ലീഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ഇസ് ഹൈ. അതായത് ഒരു ഇലക്ക് രോഗമുണ്ടെങ്കിൽ മറ്റുള്ള ഇലക്ക് പടർന്ന് അടുത്തുള്ള എല്ലാ ചെടിക്കും രോഗം വരാൻ ചാൻസ് ഉണ്ട്. അവിടെയും ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് സക്സസ് ആണ്. ഈ 10 ചട്ടിയും ചെടിയും മുനിസിപ്പാലിറ്റിൻ്റെ പദ്ധതിയിലൂടെ കിട്ടിയതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും കിട്ടിയപ്പോൾ നല്ല മുഞ്ചുള്ള ചട്ടിയാണ്. അതും അവർ തന്നെ വന്നിട്ട് ചെടി നട്ടിട്ടാണ് പോയത്. അപ്പോൾ ഈ 10 ചട്ടിയിലേക്കാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതെല്ലാം ആണ്. 16mm പൈപ്പ്, ഇതാണ് ടാപ്പിൽ കണക്ട് ചെയ്യാൻ. ഇത് 4mm പൈപ്പ്. ഈ പൈപ്പ് 16mm പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ചെടിക്ക് വെള്ളം എത്തുന്നത്. ഈ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ടാണ് 4mm പൈപ്പ് 16mm പൈപ്പിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് ഹോൾ ആക്കാനുള്ള ഹോൾ പഞ്ച്, അല്ലെങ്കിൽ ഹോൾ സൈസ് കൂടിയിട്ട് ലീക്കേജ് വരും. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടില്ല, ഓൾറെഡി ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കണക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒരു T കണക്ടർ ഇട്ട് 16mm പൈപ്പ് കണക്ട് ചെയ്ത് ചട്ടിൻ്റെ നടുവിലൂടെ എടുത്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് ബാക്കി കട്ട് ചെയ്ത് ഈ ഒരു എൻഡ് ക്യാപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എൻഡ് ക്യാപ്പ് ഈ ഒരു രീതിയിൽ ഇട്ടാൽ വെള്ളം ലീക്ക് ആവാണ്ട് നിൽക്കും. അതുമാത്രമല്ല, ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എൻഡ് ക്യാപ്പ് അയച്ചിട്ട് സ്യൂട്ടബിൾ കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്താലും മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് എക്സ്ട്രാ വാങ്ങി വെച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് കണക്ഷൻ വേണ്ടെങ്കിൽ ഈ ഡമ്മി ഉപയോഗിച്ചിട്ട് ബ്ലോക്ക് ചെയ്താലും മതി, അപ്പോൾ ലീക്കേജ് ഉണ്ടാവില്ല. ഇനി 16mm പൈപ്പിൽ നേരത്തെ കാണിച്ച ഹോൾ പഞ്ച് യൂസ് ചെയ്ത് ഹോൾ ആക്കാൻ, എന്നിട്ട് 4mm പൈപ്പ് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ലെങ്ത് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഒരേ സൈസിലുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് 10 4mm പൈപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത 4mm പൈപ്പിലേക്ക് നേരത്തെ കാണിച്ച കണക്ടർ ഇല്ലേ, അത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് 4mm പൈപ്പിൻ്റെ ഉള്ളിലേക്കും മറ്റേ ഭാഗം 16mm പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. 4mmൻ്റെ ഒരു ഭാഗത്ത് കണക്ടർ കണക്ട് ചെയ്ത് മറ്റേ ഭാഗത്ത് മണ്ണിൽ ഫിക്സായി നിൽക്കാനുള്ള സ്റ്റേക്സ് ഉള്ളിലേക്ക് ഇട്ട് എമിറ്റർ കണക്ട് ചെയ്യാം.
ഈ ഒരു എമിറ്ററിലൂടെയാണ് വെള്ളം ചെടിയിലേക്ക് വരാൻ. ഈ എമിറ്ററിൽ വെള്ളം വരുന്നത് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫിൽറ്റർ വെച്ചിട്ട് ക്ലീൻ ആക്കിയാൽ മതി. ഈ കാണുന്ന ബ്ലൂ കളറാണ് ഫിൽറ്റർ. ഈ ചെറിയ ഹോള് കാണുന്നില്ല, ഇതിലെന്തെങ്കിലും പൊടി കുടുങ്ങിയാലാണ് സ്റ്റക്ക് ആവാൻ. ഇത് അയച്ച് ക്ലീൻ ചെയ്താൽ ക്ലിയർ ആയിക്കോളും. പകുതിയായപ്പോൾ റുഹാനും ജോയിൻ ചെയ്തതാണ് നമ്മളൊപ്പരം. അധികം ആൾക്കാർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുമോ എന്ന്. ഏതൊരു ചെടീൻ്റെയും ഗ്രോത്ത് റൂട്ടിലാണ്. അപ്പോൾ റൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റ് എത്തിക്കോളും ഈ ഒരു സിസ്റ്റം ആകുമ്പോൾ. അപ്പോൾ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഓൺ ചെയ്താൽ വെള്ളം വന്നോളും. പിന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില ചെടികൾക്ക് കൂടുതൽ വെള്ളവും ചിലതിന് കുറവുമാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എത്ര ടൈം ഡെയിലി ടാപ്പ് ഓൺ ചെയ്യേണ്ടത് എന്നല്ലേ. അത് നിങ്ങളെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ചട്ടിയിൽ നിന്ന് അടിയിലൂടെ അധികമായിട്ട് ഓവർഫ്ലോ ആവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ ചട്ടിയിലേക്കും സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഓൾറെഡി ഇവിടെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് സക്സസ് ആയതാണ് ഈ കാണുന്ന മല്ലിയിലയും ചെറുനാരങ്ങയും കുരുമുളകും. കുരുമുളക് ചട്ടിയിലല്ല, ഡയറക്റ്റ് മണ്ണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മല്ലിയിലൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് കണ്ടിപ്പാ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.